ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. ഐസ്ക്രീം ഉണ്ടല്ല പുഡിംഗ് ഉണ്ടല്ല സൂപ്പർ ടേസ്റ്റ് ആവും. ഇത് ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് തിന്നുണ്ടല്ല മനസ്സാവില്ല, മധുര തിന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് തിന്നുണ്ടല്ല മനസ്സാവുമെങ്കിൽ വേഗം ഞങ്ങൾക്ക് ആക്കി എടുക്കുമ്പോഴത്തെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത് ഇതേപോലെ എൻ്റെ മൂല അമ്മ ഇതേപോലെ മധുര തിന്നോണ്ട് മനസ്സായപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ആക്കി നോക്കിയൊരു റെസിപ്പി ആയിട്ടിരിക്കുക. ഇത് ആക്കി നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. സാധാരണ ഇവിടെ ഹസ്ബൻഡെല്ലാം പാൽ ഐറ്റംസ് ಎಲ್ಲ ತಿಳ್ಕೊರೊಡಿ ತಿಂದ್ರೆ ಹತ್ರ ಇಷ್ಟಲ್ಲ. ಐಸ್ ಕ್ರೀಮ್ അങ്ങനത്തേതല്ല ഇഷ്ടമല്ലാത്ത ആളും കൂടി ഇത് നല്ല ഇഷ്ടമായിട്ട് തിന്നറ്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ആക്കി നോക്കൂ. ഇത് ആക്കുക അങ്ങനെ ഈസി ആയിട്ട് ഞങ്ങൾ ആക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ അവത്തുള്ളൂ ഡെസേർട്ട് എല്ലാം ആക്കുണ്ടെങ്കിൽ ഇതാക്കുക. ഇത് ഞങ്ങൾ ബ്രെഡ് വെച്ചിട്ടാക്കറേ ബ്രെഡ് ഉണ്ട് കൊണ്ടാവില്ല, അത്ര നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ಇದಕ್ಕೆ ಬೇನಾയിട്ട് ಫಸ್ಟ್ ഞങ്ങൾക്ക് പാൽ വേണോ. പാൽ ഞങ്ങൾക്ക് ഇത് എത്ര ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ പുഡിങ് ഇത് ഐസ്ക്രീം ആക്കട ಅದಕ್ಕೆ ಬೇನೆ എത്ര പാൽ എടുത്തെങ്കിൽ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് എത്ര പാൽ എടുത്തേ. അതിൽ പിന്നെ ഞങ്ങൾ ബട്ടർ സ്കോച്ച് മിക്സ് വണ്ടല്ലേ, ഞാനിപ്പോൾ ടൈഗർ ബട്ടർ സ്കോച്ച് മിക്സ് അങ്ങനെ അത് വണ്ടല്ലേ അത് എടുത്തേ ഞാൻ. അപ്പോൾ അത് ഞങ്ങൾ എത്ര ഡ്രോപ്സ് വേണം ഇതാണ് കാട്ടുക. നല്ല കളർ വേണോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇത് ഇത്ര കളറാಗಿ ഇത് ഇങ്ങനെ ഫ്ലേവർ ಜಾಸ್ತಿ ആവില്ല, അങ്ങനെ എന്തോ ഇല്ല. ഞങ്ങൾ തിಲ್ಲಿ ആരമേ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ബട്ടർ സ്കോച്ച് അതിലെ ഫ്ലേവർ നിങ്ങൾ ഒന്നുണ്ടല്ലേ, നിങ്ങൾ ഒരു ഐസ്ക്രീമിടെ അതേപോലെ ഇക്കರೆ ഈ ഒരു പാലും അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടിക്കರೆ. അപ്പോൾ നിങ്ങൾ കുരുടി ആക്കണ്ട, ഇത്ര വേണം. നിങ്ങൾ ഇതിൽ കളർ ഇപ്പോൾ കണ്ടല്ലേ എത്ര ഉണ്ട്, ഇതുപോലെ നല്ല കളർ വേണോ. അതിൽ പിന്നെ വേണം എത്ര ഷുഗറും അതേപോലെ നല്ല മധുര ಬೇನಿದೆ. നല്ല മധുര കുരുടി ആക്കണ്ട, നല്ല മധുര ഇക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആവും. ഈ ഒരു ഷുഗറിൻ്റെ ബദലിക്ക് വേണം ടൈം കണ്ടൻസ് മിൽക്കും ഇടാം. കണ്ടൻസ് മിൽക്ക് ഇട്ടെങ്കിൽ തിಲ್ಲಿ ആരമേ നല്ലാവും. ഞാൻ അത് ഇട്ടിട്ട് ട്രൈ ആക്കിയിട്ടില്ല, ഷുഗർ ഇട്ടിട്ട് ഇവിടെ ആക്കി നോക്കിയത് ഫസ്റ്റിಗೆ. അപ്പോൾ നിങ്ങൾ ഇത് സോറി കണ്ടൻസ് മിൽക്ക് ഇട്ടിരെങ്കിൽ അതും ഇടാം, അത് നല്ല മേവും. ഞാൻ അതിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് പാൽ മിക്സ് ആക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രെഡ് വേണം. ബ്രെഡ് ഞങ്ങൾ അതിൽ ഒരു ബ്രൗൺ പാട്ടല്ല, സൈഡിൽ ബ്രൗൺ പാട്ട് ഉണ്ടല്ലോ, അതെല്ലാം കട്ടാക്കി എടുത്തേ. അത് എടുക്കണം. എടുത്തിട്ട് ഇതുപോലെ കട്ടാക്കറിങ് ആക്കാം, അതല്ലെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് വയ്ക്കറെങ്കിൽ അങ്ങനെ ആക്കാം. ഇതിപ്പോൾ ഞാൻ എന്താ ഇതുപോലത്തെ ഇത്ര വലിയ പാത്രം എടുത്തേ. നിങ്ങൾ ഇപ്പോൾ ഒരു 1 ജണ്ടാലുകളെല്ലാം ആക്കി എടുക്കാൻ കണ്ടെങ്കിൽ ഒരു 3-4 ബ്രെഡ് വെച്ചിട്ട് ഞങ്ങൾ ഇത് ചെറിയൊരു പാത്രത്തിൽ ബൗളിൽ സെറ്റാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതെല്ലാം അത് പിന്നെ വേഗം ആയിട്ടും കിട്ടും ഞങ്ങൾക്ക്. ഞാനിപ്പോൾ ഇതുപോലത്തെ വലിയ പാത്രത്തിലാക്കി എടുക്കറേ. അപ്പോൾ ഇത് ബ്രെഡെല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കറേ. ഒരേപോലെ എല്ലാ സൈഡ് അടിഭാഗത്തേക്ക് നിങ്ങൾ ബ്രെഡ് വെച്ച് കൊടുക്കണം. അതിൽ പിന്നെ ഇതിന് മേൽക്ക് ഞങ്ങൾ ഇപ്പോൾ പാൽ മിക്സ് ആക്കി വെച്ചാൽ ആ പാൽ വിത്തി കൊടുക്കണം. പാൽ കുറുടി ആക്കണ്ട, പാൽ എല്ലാ സൈഡും നല്ല നനയണം ബ്രെഡ്. അപ്പോൾ പിന്നെ എത്ര പാൽ വിത്തി കൊടുക്കറോ എല്ലാ സൈഡും. അപ്പോൾ ബ്രെഡ് കണ്ടല്ലേ ഇതുപോലെ ഞങ്ങൾ സെറ്റാക്കി എടുക്കണം പാൽ വിത്തിട്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് വിപ്പിംഗ് ക്രീം വേണത്തില്ല. വിപ്പിംഗ് ക്രീം ഞങ്ങൾക്ക് അത് എത്ര വേണോ എത്ര എടുത്തെങ്കിട്ട്. അപ്പോൾ ഞങ്ങൾ വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഗട്ടിയാക്കി എടുത്തത്. അപ്പോൾ ഗട്ടിയാക്കി എടുത്ത് ക്രീം ഞങ്ങൾ ഒന്ന് സ്പൂണിൽ ചെന്ത മിക്സ് ആക്കിയിട്ട് അതിന് മേൽക്കിട്ട് കൊടുക്കണം. ഇപ്പോൾ ഗട്ടിയാക്കില്ല എനിക്കുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം അങ്ങനെ ബിത്തി കൊടുക്കണമെങ്കിൽ അങ്ങനെ ബിത്താം. അപ്പോൾ ഇത് ഇങ്ങനെ ഗട്ടിയാക്കി ഇടുമ്പോൾ ഞങ്ങൾ തെല്ല് ഇങ്ങനെ ലെയർ ആയിട്ട് കാണുക തെല്ല് ചെന്ത കണ്ട് ലെയറായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബിത്തരെങ്കിൽ അത് ഇങ്ങനെ എല്ലാം മിക്സ് ആവുമെങ്കിൽ ടേസ്റ്റിൽ എന്ത് വ്യത്യാസം രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും കണി വിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഗട്ടിയാക്കിയിട്ട് അല്ലെങ്കിൽ വിപ്പാക്കിയിട്ട് തെല്ല് വിപ്പാക്കിയിട്ട് ഒന്ന് ഇട്ടെങ്കിൽ അതും ആവും. എങ്ങനെ ആവും ഞാനിപ്പോൾ ഒന്ന് സ്പൂണിൽ ചെന്ത മിക്സ് ആക്കിയിട്ട് അതിൽ മേൽക്കിട്ട് കൊടുക്കുറേ. അപ്പോൾ ക്രീം കണ്ടല്ലേ നിങ്ങൾക്ക് എത്ര ക്രീം ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒപ്പസ് ഇത് ബ്രെഡ് വെച്ച് കൊടുക്കണം അതിൻ്റെ മേൽക്ക്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ റിപ്പീറ്റ് ആക്കാൻ വന്നിട്ട് ഒരു 3 ലെയർ തോലെ നന്നോട് ബേക്കറേ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒപ്പസ് അതിൻ്റെ മേൽക്ക് പാൽ വിത്തി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഞങ്ങൾ വേണം ടൈം നട്സ് ഇട്ടെങ്കിൽ നട്സ് ഇടാം. ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് നട്സ് ഇട്ടിട്ടില്ല, മേൽക്ക് തെല്ല് ഞാൻ കാഷ്യൂ തെല്ല് പൊടിച്ചിട്ട് ഇട്ടേ. ഇപ്പോൾ ഇതേപോലെ ഞങ്ങൾ റിപ്പീറ്റ് ആക്കാൻ വന്നിട്ട് ചുമ്മാ തിക്കിൽ ഗട്ടിയിൽ ക്രീം ഇടണമെന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ലെയർ ക്രീം ഇട്ട് കൊടുത്തേ. ലാസ്റ്റ് വേണിട്ടേ തെല്ല് ആറിയിട്ടെങ്കിൽ ക്രീം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ബട്ടർ സ്കോച്ച് മിക്സ് ഉണ്ടല്ലേ ഇതുപോലെ തെല്ല് അവിടെ തെല്ല് ഇങ്ങനെ എത്തുവാട്ടിട്ട് ഒരു കാണുക തെല്ല് ഡിസൈൻ ചന്ത കാണുക പിന്നെ ഇട്ട് തെല്ല് ഒരു കട്ടി വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ പോലെ ആക്കിയെങ്കിൽ
ಕಾಣಗೂ നല്ല ಮೇಲೆಲ್ಲ ಚಂದ ಇಕ್ಕರೆ ಇನಿಪ್ಪ ಅದರ ಮೇಲ್ಗೆ ನಡ್ಸಿಟ್ರಂಗೆ ನಡ್ಸಿಡ್ರೆ ಅದರಲ್ಲಿ ಕ್ಯಾಶ್ಯೂ പൊടിച്ച് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക നമ്മൾ ഉൾഗത്തിക്ക് ഇട്ടിരുങ്കിൽ അതും ഇടാം ഞങ്ങൾ ഇത് ഇടയ്ക്ക് ഞങ്ങളെല്ലാം നട്സിട്ടിരുങ്കിൽ അത് തിന്നോക്ക് നല്ല മേടും നല്ല ടേസ്റ്റ് ഇടും ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ ഞങ്ങൾ ഫ്രീസറിൽ വെക്കണം കീഴ് വെക്കറല്ല ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല ഗട്ടിയായിട്ട് നല്ല ഐസ്ക്രീം പോലെ ആയിട്ട് കിട്ടേ അപ്പോൾ അത് ഒരു 3 ಗಂಟೆ 4 ಗಂಟೆ വെച്ചും എത്തി ഇപ്പോൾ ചെറിയ ബൗളിലെല്ലാം ആക്കി എടുക്കണമെങ്കിൽ അത് ಬೇಗ സെറ്റായിട്ട് കിട്ടേ ചുമന്നേരം വെയിറ്റ് ആക്കൊണ്ടില്ല ഒരു ಗಂಟೆ 1.5 ಗಂಟೆ ഉള്ളിൽ നല്ല സെറ്റായിട്ട് കിട്ടേ ഒരു 1 ജണ്ടാൽಗೆಲ್ಲ ಹಾಕ್ರಿಂಗೆ അപ്പോൾ ഇതിൽ വലിയ പാത്രം ആയതുകൊണ്ട് ഒരു 3 ಗಂಟೆ 4 ಗಂಟೆ ಎಲ್ಲ ഞങ്ങൾ ഫ്രീസറിൽ വെച്ചും കിട്ടും അപ്പോൾ ഇതിപ്പോൾ ನಾನು ಜಾವು വെച്ചിട്ട് സുബൈക്ക് എടുക്കറേ ഞാനിപ്പോൾ ಜಾವು ಹಾಕಿയത് കൊണ്ട് സുബൈ തോലെ വെച്ചേ അത്ര ടൈം ബേക്കൊണ്ടില്ല നിങ്ങൾ തോന്നാച്ച നമ്മൾ ഒരു 3 ಗಂಟೆ 4 ಗಂಟೆ വെച്ചെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടേ അപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കറേ അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഞങ്ങൾ ബ്രെഡ് ഐസ്ക്രീം കൂടെ റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആയിട്ടിക്കറേ ഐസ്ക്രീം കൊണ്ട് ചൊല്ല തെല്ലിനേരം ഇതിങ്ങനെ പറത്ത് വയ്ക്കുമ്പോൾ ഇത് ഒന്ന് മെൽറ്റ് ആയിട്ട് വേണ്ട ഞങ്ങൾ ഇതിൽ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം പോലെ വേണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തെല്ലിനേരം ഇതിങ്ങനെ പറത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ മെൽറ്റ് ഐസ്ക്രീം എല്ലാം മെൽറ്റ് ആവിടല്ലോ അതേപോലെ ഇത് മെൽറ്റ് ആവും ബ്രെഡെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ട അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ലെയറായിട്ട് ചന്ത കാണുമ്പോൾ നല്ല ചന്തമുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ വേഗം നിങ്ങൾ എന്തെങ്കിലും മധുരം തിന്നുണ്ടെല്ലാം മനസ്സിലാവുമെങ്കിൽ വേഗം ഈസി ആയിട്ട് ആക്കുമ്പോഴത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈറ്റ് ആയിട്ടിരിക്കും ഐസ്ക്രീം സൂപ്പർ ടേസ്റ്റ് ആവും നിങ്ങൾ ആക്കി നോക്കുക 100% എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ പെരുന്നാളപ്പം അതല്ലാത്ത ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്കുറീங்க എന്തെങ്കിലും മധുരം എല്ലാം ആക്കുറീங்க ഇത് നിങ്ങൾ ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിக்கிறேன் ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും